ഫാറ്റി ലിവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ഗ്രേഡ് 1 ആണേ തുടക്കമുള്ളൂ, ഞാൻ ഇപ്പോഴേലും കണ്ടുപിടിച്ചല്ലോ എന്ന് ആശ്വസിക്കുക. അപ്പം അതിൻ്റെ ചില ഫാറ്റി ലിവറിൽ അതിൻ്റെ കൂടെ സൈസ് ഇത്തിരി കൂടിയെന്നായിരിക്കും മിക്കവാറും കാണുന്നത്. ലിവറിൻ്റെ സൈസ് എൻലാസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫാറ്റ് കൂടുതൽ കെട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ലിവറിൻ്റെ സൈസ് ചുരുങ്ങി ഇത്തിരി ഫാറ്റി ലിവറും ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഡേഞ്ചറസ് ആണ്. അവർക്ക് ഓൾറെഡി ഫൈബ്രോസിസിലേക്ക് പോയിട്ടുണ്ടാവും. ഫാറ്റി ലിവറിൻ്റെ സൈസ് കൂടുതലുമാണ്, കുറച്ച് ഫാറ്റി ലിവറും ഉണ്ട്. ഗ്രേഡ് 1 or 2 ഒക്കെ ആണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ 3-4 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ 3-4 വരുമ്പോഴേക്കും ഓൾറെഡി ഫൈബ്രോസിസ് സിറോസിസും എത്തിയിട്ടുണ്ടാവും. സിറോസിസ് എന്ന് പറഞ്ഞാൽ, ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതൊരു ഈ നമ്മളുടെ നോർമലായിട്ടുള്ള സെല്ലിന് പകരം ഫൈബ്രസ് സെല്ല്, സ്കാർ ടിഷ്യൂ, അല്ലെങ്കിൽ നമ്മൾ വടുക്കൾ വരിക എന്ന് പറയുമല്ലോ. നമ്മളൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഇത് ചെയ്യുമ്പോൾ അവിടെ ഒരു മുറിവിൻ്റെ ഇത് വരുമല്ലോ. അതിൽ തന്നെ ഒരു കീലോയിഡ് പോലെ മുഴച്ച് വരികയല്ലേ ചിലരിലുണ്ടാവുന്നത് എന്ന് പറഞ്ഞ പോലെ ലിവറിനകത്ത് കീലോയിഡ് പോലെ വരുന്നതിനാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് നോൺ ഫങ്ഷണൽ ലിവർ സെൽസ് ആണ്, ഫൈബ്രോസ്ഡ് സെൽസ് ആണ്. അതിന് അങ്ങനത്തെ വരുമ്പോഴാണ് ലിവറിനകത്തെ പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പോൾ അതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പം നമ്മൾ പോർട്ടൽസ്, ഇപ്പം നമ്മൾ ലിവറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ അറിയാം, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, എവിഡൻസ് ഓഫ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ കാണും. അതായത് നമ്മളുടെ രക്തക്കൊഴലുകൾ വലുതാകാൻ തുടങ്ങുന്നു, അതിന് വികസിക്കുന്നു. കാലയിലൊക്കെ രക്തക്കൊഴൽ വലുതാകുകയില്ല എന്ന് പറഞ്ഞാൽ ലിവറിനകത്തെ രക്തക്കൊഴൽ വലുതാകുന്നു, അത് രക്തത്തിൻ്റെ ഓട്ടം പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ലിവറ് പോയി നമ്മൾ ഈ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും. അന്നേരം ഈ ഈസോഫാഗസ്, അന്നനാളത്തിനകത്തും ഈ വലിയ വലിയ രക്തക്കൊഴലുകൾ, അതായത് ഈസോഫാഗൽ വെരിസസ് എന്ന് പറയും. ഈ ലിവറിൻ്റെ പ്രശ്നം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം ഛർദ്ദിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രഷർ കൂടി അത് ശരിക്കും നമ്മുടെ ബോഡി ഒരു ബൈപ്പാസ് മെക്കാനിസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അതിനെന്താ സാധാരണ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ രക്തക്കൊഴലുകൾ കാണുമ്പം അതിനെ കൊണ്ടുപോയി ബാൻഡ് ചെയ്യും, അതിനെ അങ്ങ് ബ്ലോക്ക് ആക്കി കളയുക ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.